പല പർപ്പസിനാവാം. അതായത് വീട് വാങ്ങാനാവാം, സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ വീട് വയ്ക്കാനാവാം, ഇല്ലെങ്കിൽ ഉള്ള വീടൊന്ന് പുതുക്കി പണിയോ അല്ലെങ്കിൽ കുറച്ച് ഒരു റൂം അഡീഷണൽ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാവാം. പക്ഷേ ലാൻഡ് ടാക്സ്, പൊസഷൻ, ലൊക്കേഷൻ, ബിൽഡിംഗ് ടാക്സ്, കുടിക്കടമിന് 30 വർഷത്തെയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെമ്മറീസ് വ്ളോഗ്. ഞാനിത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ലോൺ എടുക്കണം എന്നൊരു പ്ലാൻ ഉണ്ടെന്ന് വയ്ക്കുമോ. അതായത് പല പർപ്പസിനാവാം. അതായത് വീട് വാങ്ങാനാവാം, സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ വീട് വയ്ക്കാനാവാം, ഇല്ലെങ്കിൽ ഉള്ള വീടൊന്ന് പുതുക്കി പണിയോ അല്ലെങ്കിൽ കുറച്ച് ഒരു റൂം അഡീഷണൽ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാവാം. പക്ഷേ ഓരോ ലോൺ പർപ്പസിനും അതിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സുകൾ വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ ആദ്യം തന്നെ നമ്മളൊരു പർച്ചേസ് ലോണാണെന്ന് വെക്കൂ. അതായത് എനിക്കൊരു വീട് വാങ്ങിക്കണം. ഞാൻ അടുത്തൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കതിൽ കുറച്ച് രൂപ അഡ്വാൻസൊക്കെ കൊടുത്തു. എനിക്ക് കുറച്ച് ലോണും കൂടെ വേണം, എന്നാലാണ് എനിക്ക് ആ വീട് വാങ്ങിക്കാൻ കഴിയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലോൺ വയ്ക്കാനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണ് അന്വേഷിക്കണം. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ലോൺ വയ്ക്കാനുള്ള, ഈ പർച്ചേസ് ലോണിന് ലോൺ വയ്ക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്. നമ്മൾ ആദ്യം എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ എഗ്രിമെൻ്റ് എടുക്കുക. പ്ലസ് നമ്മളുടെ സെല്ലറിൻ്റെ നിന്ന്, അതായത് നമുക്ക് വീട് തരാൻ പോകുന്ന ആളുടെ നിന്ന് നമ്മൾ ആളുടെ ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം, ആധാരം എത്ര കീഴാധാരങ്ങളുണ്ടോ അത് മൊത്തം, അതായത് മെയിൻ ആധാരം, അതിൻ്റെ കീഴാധാരങ്ങൾ, ഒരു 30 വർഷത്തെ കുടിക്കടം, പിന്നെ ലാൻഡ് ടാക്സ്, പിന്നെ എന്താ പറയുക, ബിൽഡിംഗ് ടാക്സ്, പൊസഷൻ, ലൊക്കേഷൻ, പിന്നെ അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇടയിൽ, ഇപ്പോൾ POA പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ആരെങ്കിലും സൈൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കോപ്പികൾ വാങ്ങിക്കുക. അതിനുശേഷം ഇതൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കും വേണം. അതായത് ഇപ്പോൾ നമ്മുടെ ലാൻഡ് ടാക്സ്, പൊസഷൻ, ലൊക്കേഷൻ, ബിൽഡിംഗ് ടാക്സ്, കുടിക്കടമിന് 30 വർഷത്തെയാണ്. അതായത് ഇന്നാണ് കൊടുക്കണമെങ്കിൽ ഇന്ന് വരെയുള്ളത്, ഒരു 2-3 ദിവസം മുമ്പ് വരെയുള്ളത് കുടിക്കടം വേണം. 30 വർഷത്തിൻ്റെ കുടിക്കടം വേണം. ഇതെല്ലാം അപ്ഡേറ്റഡ് എടുക്കുക. പ്ലസ് ഞാനിപ്പോൾ സാലറീഡ് ആണെങ്കിൽ എനിക്ക് എൻ്റെ 3 മാസത്തെ സാലറിയും 1 വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 6 മാസത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി ക്രെഡിറ്റ് ആകുന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഞാൻ ബാങ്കിൽ ലോണിന് വയ്ക്കാം. ഇതാണ് പർച്ചേസ് ലോണിൻ്റെ ഫസ്റ്റ് കാറ്റഗറി. ഇനി അടുത്തത് വരുന്നത്, നമുക്കിപ്പോൾ ഒരു സ്ഥലമുണ്ട്, എനിക്കൊരു 5-10 സെൻറ്റ് സ്ഥലമുണ്ട്, എനിക്കതിലൊരു വീട് വെക്കണം. അതിന് ഞാൻ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് പെർമിറ്റ് കിട്ടണം. അപ്പോൾ ആദ്യം തന്നെ പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് എടുക്കാനായിട്ട് കുറേ കടമ്പകളുണ്ട്. അത് നമ്മൾ ലാൻഡ് ടാക്സ് വേണം, പിന്നെന്താ അപ്ഡേറ്റഡ് ലാൻഡ് ടാക്സ്, പൊസഷൻ, ഇതെല്ലാം വേണം. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി പെർമിറ്റ് എടുത്തു. അപ്പോൾ പ്ലാൻ വരയ്ക്കണം, പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് ആ പെർമിറ്റ് കിട്ടണം. അപ്പോൾ പ്ലാന്, പെർമിറ്റ്, പൊസഷൻ, ലൊക്കേഷൻ, ലാൻഡ് ടാക്സ്, പിന്നെ നമ്മളുടെ ആധാരം, കീഴാധാരം, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, കുടിക്കടം 30 വർഷം, ഇത്ര സാധനങ്ങൾ ലീഗൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയും. പ്ലസ് നമ്മളിപ്പോൾ സാലറിയിലാണെങ്കിൽ സാലറി ഡോക്യുമെൻറ്റ്സ്, അതായത് സാലറി സ്ലിപ്പ് 3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ, അതൊക്കെ ഓരോ ബാങ്കുകൾ പറയും. ചിലപ്പോൾ ചില ബാങ്കുകൾ 6 മാസത്തെ സാലറി സ്ലിപ്പ് വേണമെന്ന് പറയും, ചിലർ 3 മാസത്തെ മതി എന്ന് പറയും. അപ്പോൾ ആ ബാങ്ക് പറയുന്നതിനനുസരിച്ചുള്ള സാലറി സ്ലിപ്പ്, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ 1 വർഷത്തെ അല്ലെങ്കിൽ 6 മാസത്തെ സാലറി ക്രെഡിറ്റ് ആവുന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി കസ്റ്റമർ ഇല്ലെങ്കിൽ ഞാൻ സാലറീഡ് ആയതുകൊണ്ട് സാലറീഡ് എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു സാലറീഡ് അല്ലാത്തൊരു വ്യക്തി വല്ല കടയൊക്കെ നടത്താമെന്ന് വെക്കും. അയാൾ ITR ഒക്കെ ചെയ്യുന്നുണ്ട്. IT റിട്ടേൺ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ മിനിമം 2 വർഷത്തെ ITR, പ്ലസ് അതിൻ്റെ ലൈസൻസ്, ട്രേഡ് ലൈസൻസ്, ഉദ്യമുണ്ടെങ്കിൽ ഉദ്യം ലൈസൻസ്, ഈ സാധനം, അത് റൂട്ടിങ് ചെയ്യുന്നത് വല്ല കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും എന്താ പറയുക, ഇൻകം റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സും കൂടെ കരുതുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാം കൂടെ, ഈ ലീഗൽ ഡോക്യുമെൻറ്റ്സും നമ്മുടെ സാലറി ഡോക്യുമെൻറ്റ്സും എല്ലാം കൂടെ ഒരു സെറ്റാക്കി ബാങ്കിൽ കൊടുക്കാം. ഇനി ഒരു എക്സ്റ്റൻഷൻ എടുക്കുകയാണ്, നമുക്ക് കുറച്ച് കബോർഡ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് വീട്ടിൽ പണികളുണ്ട്, പ്ലസ് ഒരു എക്സ്റ്റൻഷൻ, ഒരു റൂം അഡീഷണൽ എടുക്കുകയാണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൂം എടുക്കുന്നതിന് എന്തായാലും പ്ലാൻ എടുക്കണം. പഞ്ചായത്തിൽ നിന്ന് അപ്രൂവ്ഡ് പ്ലാൻ കിട്ടണം. അപ്പോൾ പ്ലാനും പെർമിറ്റും എടുക്കണം. പ്ലസ് നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റും, പൊസഷൻ, ലൊക്കേഷൻ, കുടിക്കടം, പിന്നെന്താ ലാൻഡ് ടാക്സ്, എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആയതുകൊണ്ട് ബിൽഡിംഗ് ടാക്സ്, ആധാരം, കീഴാധാരം പറഞ്ഞല്ലോ, ഈ സാധനങ്ങൾ. ഈ ജോലിയുടെ കാര്യം ഈ പറഞ്ഞ പോലെ കാറ്റഗറിയാണ്. അപ്പോൾ സാധാരണ സാലറീഡ് ആണെങ്കിൽ സാലറി സ്ലിപ്പ് കാര്യങ്ങൾ, ITR അടയ്ക്കണമെങ്കിൽ ITR റിലേറ്റഡ്. ഇപ്പം ഇനി നമ്മൾ ജോലി ഇല്ല എന്നല്ല, ഡോക്യുമെൻറ്റഡ് കാണിക്കാനായിട്ടുള്ള, വരുമാനം കാണിക്കാനുള്ള ജോലി നമുക്ക് ഡോക്യുമെൻറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ
നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അല്ലെങ്കിൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസസ്മെൻറ്റ് ചെയ്തിട്ട് ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്, അസസ്മെൻറ്റ് ഇൻകം എടുത്തിട്ട്. അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ എഴുതി കൊടുത്താൽ മതി. എനിക്ക് ഇന്നതാ ജോലി, എനിക്ക് കൽപ്പണിയാണ്, ഇല്ലെങ്കിൽ എനിക്ക് ബിൽഡിംഗ് കോൺട്രാക്ട് വർക്കാണ്, അങ്ങനത്തെ അതിന് എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, കോൺട്രാക്ടറൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, അത് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ കൃത്യമായ ജോലി എഴുതി കൊടുക്കുക, നെറ്റ് വർത്ത് ഒക്കെ എഴുതി കൊടുത്താൽ, അസറ്റ് എത്ര, ലയബിലിറ്റി എത്ര എന്നൊക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുത്താൽ അതും മതിയാവും. ഞാൻ ആദ്യമേ പറഞ്ഞ കൺസ്ട്രക്ഷൻ ലോണിൽ നമ്മളൊരു എസ്റ്റിമേറ്റും കൂടി വേണം കേട്ടോ. എസ്റ്റിമേറ്റ് നമ്മളിപ്പോൾ ഒരു വീട് പണിയാനായിട്ട് എത്ര രൂപയ്ക്കാണ് പണിയണതെന്ന് നോക്കാനായിട്ട്, അതായത് സ്ക്വയർ ഫീറ്റിന് എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എസ്റ്റിമേറ്റും കൂടെ വെക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ലോൺ ഡോക്യുമെൻറ്റ്സുകൾ എടുക്കേണ്ടത്. ഇത്രയും ഡോക്യുമെൻറ്റ്സുകളൊക്കെ എടുത്ത് ബാങ്കിൽ ഡയറക്റ്റ് കൊണ്ട് ചെന്നാൽ മതി, നമുക്ക് വേറെ ആരെയും സപ്പോർട്ട് വേണ്ട. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡോക്യുമെൻ്റ് കൊടുക്കാൻ വൈകുന്നതിനനുസരിച്ച് ലോൺ പ്രോസസ്സിങ് വൈകും. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഒറ്റ ടൈമിൽ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോണിൻ്റെ പ്രോസസ്സിങ് ഈസി ആവും, നമുക്ക് പെട്ടെന്ന് ലോൺ സാങ്ഷൻ ചെയ്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ക്രെഡിറ്റിൽ സാങ്ഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിലേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലോൺ എടുക്കാൻ പോകുന്നവർ പ്രത്യേകിച്ച് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.